പക്ഷേ ചേട്ടാ, കെ നായനാരുടെ പ്രിയപ്പെട്ട ഭാര്യ ശാരദ ടീച്ചർക്ക് നവതിയായിരുന്നു. 90-ാം പിറന്നാൾ അത് വലിയ രീതിയിൽ ആഘോഷിച്ചു. പക്ഷേ അവിടെ ശ്രദ്ധാകേന്ദ്രമായത് തീർച്ചയായും സുരേഷ് ഗോപി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ നടനും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായിരുന്ന സുരേഷ് ഗോപി തന്നെയാണ്. പക്ഷേ അവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടെ നടന്നിരുന്നു. അതായത് ഒരു തരത്തിൽ മറ്റ് BJP നേതാക്കന്മാരെയോ കോൺഗ്രസ് നേതാക്കന്മാരെയോ ഒന്നും ആ പരിപാടിക്ക് വിളിക്കരുതെന്നും സ്ഥലം MP എന്നുള്ള നിലയിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ മാത്രം ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചാൽ മതി എന്നുള്ള തെട്ടൂരമൊക്കെ CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഇത്രയ്ക്ക് ഇടുങ്ങിയ മനസ്സായോ CPM-ന്? തീർച്ചയായിട്ടും അവർ വല്ലാതെ ഭയപ്പെടുന്നു സുരേഷ് ഗോപിയെ. അതാണ് സത്യം. സുരേഷ് ഗോപിയുടെ വരവ്, അതും പാർട്ടി കോട്ടയിൽ, പാർട്ടി ഗ്രാമത്തിൽ, പാർട്ടിയുടെ ഏറ്റവും അടച്ചുറപ്പുള്ള, ഏറ്റവും കെട്ടുറപ്പുള്ള കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ, അതും CPM കുടുംബം അവിടെ നടക്കുന്ന ഒരു പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുത്ത് ശ്രദ്ധാകേന്ദ്രമാകുന്നത് പാർട്ടി ഒട്ടും സഹിക്കില്ല, അവരതിനെ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഈ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറുടെ നവതി ആഘോഷം, 90-ാം പിറന്നാൾ ആഘോഷിക്കാൻ അവർ കുടുംബക്കാർ ഒരു 4 തലമുറകളുടെ സംഗമമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ നയനാരുടെ തന്നെ മകൻ KP കൃഷ്ണകുമാറാണ് അത് എന്താ പറയേണ്ടത് നേതൃത്വം കൊടുത്തത്. അവരുടെ ഒരു കുടുംബസംഗമം കൂടിയായിരുന്നു അത്. അവിടേക്കാണ് മുഖ്യാതിഥിയായിട്ട് സുരേഷ് ഗോപി അവർ ക്ഷണിച്ചത്. അതിനൊരു കാരണമുണ്ട്. സുരേഷ് ഗോപി നയനാരും ശാരദ ടീച്ചറുമായിട്ട് അത്രയേറെ അടുപ്പമുള്ള ആളായിരുന്നു. അതിപ്പോഴൊന്നും അല്ല, വളരെ പണ്ട് തൊട്ടേ. സുരേഷ് ഗോപി തന്നെ അത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. നയനാരെ വിളിച്ചിരുന്നത് അച്ഛ എന്നാണ് വിളിച്ചിരുന്നത് പോലും. അത്ര അടുപ്പം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അത്ര വലിയ സ്നേഹബന്ധമായിരുന്നു സുരേഷ് ഗോപിയും നയനാരും തമ്മിൽ, ആ കുടുംബവും തമ്മിൽ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ ഒഴിവാക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും അവർ സുരേഷ് ഗോപിയെ പരിപാടിയിലേക്ക് ക്ഷണിക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാത്രമല്ല സുരേഷ് ഗോപി പറഞ്ഞത് ഈ മലയാളത്തിൻ്റെ അമ്മ രത്നമാണ് ശാരദ ടീച്ചർ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അമ്മയുടെ മൂത്ത മകനാണ് ഞാൻ, ആ മൂത്ത മകൻ എന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊട്ടുകയും ചെയ്തു. അത് CPM-ന് കൊടുത്ത അടി തന്നെയാണത് വാസ്തവത്തിൽ. ഇവിടെ ഈ സുരേഷ് ഗോപിയെ ഇവർ ക്ഷണിക്കും എന്ന് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവർ ആദ്യമേ തന്നെ ഈ ശാരദ ടീച്ചറോടും മകനോടും, കാരണം ഇവർ പാർട്ടി കുടുംബമാണല്ലോ ഇപ്പോഴും, അവരൊരു ഫത്വ കൊടുക്കുകയായിരുന്നു, വേറെ ഒരു BJP നേതാവിനെയും വിളിച്ചു പോകരുത്. സുരേഷ് ഗോപിയെ വിളിക്കുന്നത് എന്താ, പിന്നെ കേന്ദ്ര സഹമന്ത്രി, ഈ കുടുംബമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നയാൾ എന്നൊക്കെയുള്ള നിലയ്ക്കാണ്. അപ്പോൾ അത് മാധ്യമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് വലിയ ചർച്ചയാകാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷെ വേറെ ഒരു ഒരു കോൺഗ്രസ് BJP നേതാവിനെയും ഇതിലേക്ക് വിളിക്കരുത്, ഒരു ജില്ലാ നേതാവിനെ പോലും വിളിക്കരുത്, കോൺഗ്രസ് നേതാക്കന്മാരെയും വിളിക്കരുത്, കേട്ടോളൂ. എന്നിട്ട് സ്ഥലം MP രാജ്മോഹൻ ഉണ്ണിത്താനാണ്, കോൺഗ്രസ്സുകാരനാണ്, വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഇത് പിന്നെ ബക്കളം എന്ന് പറയുന്ന സ്ഥലത്താണ്, ഏതാണ്ട് തളിപ്പറമ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബക്കളത്ത് പാർത്താസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. വലിയ തോതിൽ എന്താ പറയേണ്ട ഒരു ആഘോഷമായിരുന്നു അത്. അവർ വിചാരിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് ആ ആഘോഷം കടന്നുപോയി. കാരണം വന്നത് സുരേഷ് ഗോപിയാണ്. ജനം ഇടിച്ചു കയറി അങ്ങോട്ടേക്ക്. അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സാധാരണക്കാരായ ആൾക്കാരും ഇതിന് പുറത്തുള്ളവരും ഒക്കെ വന്ന് കയറി അവിടേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ തിട്ടൂരമിറക്കി ഒരു കോൺഗ്രസ്സുകാരനെയും ഒരു BJP-കാരനെയും വേറെ വിളിക്കരുത് എന്ന് മാത്രമല്ല, ഈ പരിപാടി CPM പരിപാടിയാണ് എന്ന് അറിയിക്കാൻ സകലമാന ജില്ലാ നേതാക്കളും ജനപ്രതിനിധികളും എല്ലാവരും പങ്കെടുത്തു. ജയരാജന്മാർ പങ്കെടുത്തു. പങ്കെടുത്തവരുടെ ലിസ്റ്റുണ്ട്. KK ശൈലജ ടീച്ചർ പങ്കെടുത്തു, PK ശ്രീമതി ടീച്ചർ പങ്കെടുത്തു. EP ജയരാജൻ്റെ നേതൃത്വത്തിലാണ് ഇവരെല്ലാം പോയത്. പിന്നെ സ്പീക്കർ AN ഷംസീർ പങ്കെടുത്തു. ഷംസീറും ഈ പറഞ്ഞതുപോലെ നയനാരുടെ അനുഗ്രഹാശിസുകളൊക്കെ കിട്ടി വളരെ ചെറുപ്പത്തിൽ, അന്ന് SFI-ലാണ്, SFI-ൽ വരുന്നതേ ഉള്ളൂ, SFI-ലേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ. നയനാർ അധികാരത്തിൽ നിന്നൊക്കെ പോയ കാലത്ത് അതിന് ശേഷമാണ് ഇയാൾ കടന്നു വരുന്നത്. പിന്നെ MV ജയകുമാർ, MV നികേഷ് കുമാർ, TV രാജേഷ്, മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ, ഇങ്ങനെയുള്ളവരെല്ലാം പങ്കെടുത്തു. MLA-മാരായ KV സുമേഷ്, M വിജിൻ, അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. നയനാർ ഇരുന്നപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി തന്നെയാണ്. അപ്പോൾ ഇനിയും തീർന്നില്ല. അതെ, ഇനിയും തീർന്നില്ല. പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയൻ പങ്കെടുത്തു. അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി പങ്കെടുത്തു. EP-യുടെ ഭാര്യ PK ഇന്ദിര പങ്കെടുത്തു. ഇങ്ങനെ ഒരു വലിയ നീണ്ട നിരയായിരുന്നു പാർട്ടിക്കാരുടേത്. അതേസമയം KPCC പ്രസിഡന്റ് K സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു മാന്യതയുടെ പേരിലെങ്കിലും വിളിക്കാമായിരുന്നല്ലോ. അവരൊക്കെ തമ്മിൽ എന്തായാലും കൃഷ്ണകുമാർ ഇവരൊക്കെ തമ്മിൽ സൗഹൃദമാണ്. ഈ നയനാരുടെ മകൻ പുള്ളി ഒരു പാർട്ടിക്കാരനൊക്കെ ആണെങ്കിലും അങ്ങനെ വലിയ
എന്താ പറയണ്ടേ, ഇതുപോലെയുള്ള അറുത്തുമുറിച്ച പെരുമാറ്റമോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സൗഹൃദത്തിനെ പോലും അവിടെ വെട്ടിമുറിക്കുന്ന തരത്തിലാണ് പാർട്ടി ഇടപെട്ടത്. KC വേണുഗോപാൽ കണ്ണൂരുകാരനാണ്. ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധം, ശാരദ ടീച്ചറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല, അതിന് സാധ്യതയുണ്ട്. പയ്യന്നൂരുകാരനാണ് KC വേണുഗോപാൽ. പക്ഷേ അദ്ദേഹത്തെ വിളിച്ചില്ല. അങ്ങനെ ഈ വേറെ ഒരു BJP നേതാവിനെയും ഒരു കോൺഗ്രസ് നേതാവിനെയും വിളിച്ചില്ല. ഇതിനെക്കുറിച്ചൊക്കെ മാധ്യമപ്രവർത്തകർ MV ജയരാജനോട് ചോദിച്ചു, അല്ല എന്താ ഈ പാർട്ടി പരിപാടിയിൽ പാർട്ടി കുടുംബമല്ലേ നയനാരുടേത്, അവിടേക്ക് ഈ സുരേഷ് ഗോപിയൊക്കെ വിളിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ MV ജയരാജൻ്റെ മറുപടി, അത് ഞങ്ങൾ ഈ അതിഥികൾ വീട്ടുവാതിൽക്കൽ വരുന്ന അതിഥികളെ ചവിട്ടി പുറത്താക്കുന്ന സംസ്കാരം CPM-നില്ല, ഞങ്ങൾ അവരെ സ്വീകരിക്കുകയേ ഉള്ളൂ എന്നൊക്കെയാണ് മറുപടി പറഞ്ഞത്. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഒരു അതിഥിയായിട്ട് പങ്കെടുത്തു, അത്രയേ ഉള്ളൂ. ഈ നയനാരുടെ കുടുംബവുമായിട്ടുള്ള ബന്ധവും സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടുന്ന അറ്റൻഷനും ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടി. അതുമാത്രമല്ല, CPM ജില്ലാ നേതൃത്വം ഇടപെട്ട് മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഇത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകാതെ നോക്കി. ഇത് 2 ദിവസം മുമ്പാണ് ഈ പരിപാടി നടന്നത്, അല്ലേ? അതെ, 2-3 ദിവസം മുമ്പ് നടന്ന പരിപാടി മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളൊന്നും വേണ്ടത്ര കവർ ചെയ്തില്ല. വാർത്തയൊക്കെ കൊടുത്തു, ഒന്ന് ചെറുതായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അന്ന് സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ഓർമ്മയുണ്ടോ അത്? അവിടെ പറഞ്ഞ അന്ന് സുരേഷ് ഗോപി വളരെ കൃത്യമായി ആ വേദിയിൽ തന്നെ പറഞ്ഞു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിൻ്റെ അമ്മരത്നമാണ് ശാരദ ടീച്ചർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ മൂത്ത മകനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അത് കൂടാതെ സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി എനിക്കിപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാവുന്നത്. എന്നാൽ ഈ CPM-ൻ്റെ ഈ ഫത്വയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതും പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് കെ കരുണാകരനും EK നായനാരും ഒക്കെ ഒരു ആശുപത്രി, EK നായനാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കെ കരുണാകരൻ കാണാൻ വന്ന കാര്യവും ആ സമയത്ത് ഇവർ തമ്മിൽ പരസ്പരം പറഞ്ഞ് ചിരിച്ച തമാശകളും താൻ അതിന് സാക്ഷിയായിരുന്നു എന്നും വരെ സുരേഷ് ഗോപി അന്ന് പറഞ്ഞിട്ടുണ്ട്. നായനാർ തൻ്റെ അച്ഛനെ പോലെയായിരുന്നു, എന്ന് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ കണ്ടിരുന്നത് എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. കെ കരുണാകരൻ്റെ കാര്യവും അവിടെ എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ EK നായനാരുടെയും കാര്യം എടുത്തു പറഞ്ഞു. താൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ 2 മുഖ്യമന്ത്രിമാരുടെയും, അതായത് 2 രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിലായിരുന്നിട്ട് പോലും ഇവർ രണ്ടുപേരും വളരെ സ്നേഹത്തിലായിരുന്നു. ആഴത്തിലുള്ളതായിരുന്നു. അത് ഈ CPM-നുള്ളൊരു അടിയാണ്. കാരണം നവതി ആഘോഷം എന്നൊക്കെ പറയുന്നത് തീർത്തും വ്യക്തിപരമായിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ്. അതിനുള്ളിലേക്ക് വരെ പാർട്ടിയുടെ ഈ എന്താണ് വ്യവസ്ഥിതി എന്താണ് ഇടുങ്ങിയ വ്യവസ്ഥ അല്ലെങ്കിൽ മനോഭാവം കാണിക്കുന്ന ഒരു വൃത്തികേടിനെതിരെ കൊണ്ട് തന്നെയാണ് കരുണാകരനെയും ഈ പറയുന്ന നായനാരെയും ഒരു ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് സുരേഷ് ഗോപി വളരെ മനോഹരമായി സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ അവരെ കണ്ടെങ്കിലും പഠിക്കൂ എന്നാണ്. അതെ, അതായത് പണ്ട് കരുണാകരനും നയനാരും തമ്മിൽ എങ്ങനെയായിരുന്നു, അവർ നിയമസഭയിലൊക്കെ രാഷ്ട്രീയമായിട്ട് ഏറ്റുമുട്ടും, പക്ഷേ ഗാഢമായ സൗഹൃദമായിരുന്നു. ഈ കെ കരുണാകരൻ ആശുപത്രി കിടന്ന സമയത്ത് നയനാർ കാണാൻ പോയതിൻ്റെ വീഡിയോ ഒക്കെ വലിയ വൈറലായിട്ടുണ്ട്. ഒരുപാട് ലക്ഷങ്ങൾ കണ്ട വീഡിയോ ആണത്. ഇദ്ദേഹം അവിടെ ചെല്ലുന്നതും സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതുമൊക്കെ കുടുംബസമേതം അവരുടെ കുടുംബങ്ങൾ തമ്മിലും അത്രയും അടുപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയപ്പോഴും കല്യാശ്ശേരിയിലെത്തി ശാരദ ടീച്ചറുടെ അനുഗ്രഹം വാങ്ങി. കേരളത്തിൽ അല്ലെ, അത് വലിയ ചർച്ചയായി. അന്ന് അത് വലിയ ചർച്ചയായി. കേരളത്തിൽ വന്ന ആദ്യ ദിവസം കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നേരെ പോയത് കല്യാശ്ശേരിയിൽ രാജരാജേശ്വര ക്ഷേത്രം ദർശനം നടത്തിയ ശേഷം നേരെ ഇങ്ങോട്ടാണ് പോയത്. എന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്നു. തീർച്ചയായിട്ടും ഇത് സുരേഷ് ഗോപിയുടെ ഈ നീക്കം പാർട്ടി വലിയ ആശങ്കയോടെയാണ് കാണുന്നത്. പാർട്ടി അണികൾ BJP-യിലേക്ക് ഒഴുകുമോ എന്നവർ ഭയപ്പെടുന്നു. അങ്ങനെ ഒരു തരത്തിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നിതാന്ത ജാഗ്രത പുലർത്തുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ നടപടികളും ഈ ഫത്വയും ഈ തിട്ടൂരവും എല്ലാം. അതായത് സുരേഷ് ഗോപി ഫോബിയ പിടിപെട്ടു. തീർച്ചയായിട്ടും CPM-നെ സുരേഷ് ഗോപി ഫോബിയ പിടിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപി മാത്രമല്ല, BJP-യിലെ ചില നേതാക്കളെ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ചില നേതാക്കളെ അവർ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട്. അത് തെക്കൻ കേരളത്തിൽ ശോഭയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ മറ്റൊരു വിധത്തിലാണ്. ഇപ്പോൾ തൃശ്ശൂർ, മധ്യ കേരളം, തൃശ്ശൂർ, എറണാകുളം ഭാഗത്തൊക്കെ ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയെ പോലെയുള്ളവർക്ക് വലിയ സ്വാധീനം കിട്ടുന്നു. അത് പാർട്ടിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പാർട്ടി വലിയ പ്രതിരോധത്തിലാണ്. അണികളെ പറഞ്ഞു നിർത്താൻ വല്ലാതെ വിയർപ്പൊഴുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കണ്ണൂർ സംഭവിച്ചത് അതാണ്. പാർട്ടി ഗ്രാമത്തിൽ, പാർട്ടിയുടെ ചെങ്കോട്ടയിൽ BJP-യുടെ ഷെല്ല് വന്ന് ഇടിച്ച് കയറിയിരിക്കുകയാണ്. കോട്ട തകർക്കുന്ന വിധത്തിൽ BJP-യുടെ പീരങ്കി ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ നീക്കം വെറും ഒരു കുടുംബ
സൗഹൃദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണെങ്കിൽ കൂടി ഈ മണ്ടന്മാർ അതിനെ തികച്ചും രാഷ്ട്രീയമാക്കി മാറ്റിക്കളഞ്ഞു. അതാണ് സത്യം. അതിൻ്റെ ഗുണഫലം BJPക്ക് കിട്ടും എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരാണ് ഇന്ന് CPM-നകത്തുള്ളത്. ഇത് മിണ്ടാതെ നവതി ആഘോഷം അവിടെ അധികം ഒന്നും വലിയ ചർച്ചയൊന്നും ആക്കാതെ അങ്ങ് വിട്ടിരുന്നെങ്കിൽ സുരേഷ് ഗോപി അവിടെ വരുന്നു, സംസാരിക്കുന്നു, പോകുന്നു, നയനാരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നു, പോയേനെ. മാധ്യമങ്ങൾക്ക് അതൊരു ദിവസത്തെ വാർത്ത, അതിനപ്പുറത്തൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ എന്താണ്, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ CPM തന്നെ അതിനെ വലിയ വിവാദമാക്കി, വലിയ ചർച്ചയാക്കി, സകലമാന മാധ്യമങ്ങളെയും കൊണ്ട് അത് ചർച്ച ചെയ്യിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതിനെ കൊണ്ടെത്തിച്ചു. എന്തായാലും കാത്തിരുന്ന് കാണാം. കണ്ണൂരിലെ മണ്ണ്, മലബാറിലെ മണ്ണ്, പ്രത്യേകിച്ചും വടക്കൻ മലബാറിലെ മണ്ണ്, കാസർഗോഡ് BJPക്ക് ഇത്തിരി സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ്. അല്ലാതെ BJP അവിടെ കാസർഗോഡും മഞ്ചേശ്വരത്തും ഒക്കെ 2ാം സ്ഥാനത്ത് വരുന്ന സ്ഥലമാണ്. അവിടെ ഈ പാർട്ടി സ്വന്തം ശവക്കുഴി തോണ്ടിക്കൊണ്ട് സ്വന്തം കാൽക്കീഴിലെ മണ്ണ് BJPയിലേക്ക് കൊണ്ടു കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഈ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറുടെ നവതി ആഘോഷം ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതാണ്. തീർച്ചയായും.